വായിക്കണം എന്നായിരുന്നു ഈ കൂത്താണ്ട എന്ന പുസ്തകം. കാരണം ഒരു പുസ്തക പ്രകാശനത്തിനോ ചർച്ചക്കോ ഞാൻ പുസ്തകം വായിക്കാതെ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒന്നാദ്യം എത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനോഹരമായി വായിച്ചു പോകാവുന്ന, വളരെ സരസമായി വിവരിക്കുന്ന ഒരു നോവൽ. പൊതുവെ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് നോട്ട് ഓഫ് ആറ്റംസ്. ഈ ലോകം കഥകൾ കൊണ്ട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ആത്മകഥയുടെ പേര് ലിവിംഗ് ടു ടെൽ ദ ടെയിൽ എന്നാണ്. കഥ പറയാനായി ജീവിച്ചിരിക്കുക, കഥ പറയാനൊരു ജീവിതം. നമ്മുടെ ജീവിതം തന്നെ കഥയാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഥ കഴിഞ്ഞു എന്ന് പറയുന്നത്. നമ്മുടെ ചരിത്രത്തില് നല്ല കഥ പറച്ചിലുകാരുണ്ടായിരുന്നു. അറബ്യൻ കൂടാരങ്ങളിലൊക്കെ പണ്ട് കഥകൾ കൂടാരങ്ങളിലിരുന്ന് കഥ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ നല്ലൊരു കഥ പറച്ചിലുകാരനായിരുന്നു. നന്നായി കഥ പറയുക എന്നുള്ളത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഈ വേണുഗോപാലന്റെ ഈ കൂത്താണ്ടം കാണുന്നത്. കാരണം അതിമനോഹരമായി കഥ പറഞ്ഞിരിക്കുന്നു അതിൽ എന്നുള്ളതാണ്. നാട് വിട്ട് ബോംബെയിലേക്ക് പോകുന്നു, ബോംബെയുടെ ജീവിതം പറയുന്നു. അതുപോലെ ഗോപൻജി, സുമതി, സുനന്ദ, കുമരേശൻ, ശരണവൻ, പെരുമാൾ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ വായനക്കാരനൊപ്പം കൊണ്ടുപോകുന്ന തരത്തിൽ വളരെ രസകരമായി കഥ പറയുന്നു. സുഹൃത്തുക്കളുണ്ട്, ചർച്ചകളുണ്ട്, ബഹളമുണ്ട്, ഇതൊക്കെ ഉണ്ട്. നോവല് വെറും ഒരു കഥാ ആഖ്യാനം മാത്രമല്ല, ആശയങ്ങളുടെ ഒരു ചർച്ച. ഈ ആനന്ദിന്റെ ആൾക്കൂട്ടത്തിലൊക്കെ ആശയ ചർച്ച ധാരാളമുണ്ട്. ആ തരത്തിലല്ലെങ്കിലും ഒരു ചർച്ചയുടെ സ്വഭാവം പലയിടങ്ങളിലുമുണ്ട്. അതേസമയം തന്നെ അതിമനോഹരമായി കഥ പറയുന്നുമുണ്ട്. അസാധാരണമായ ഒരു പ്രണയ കഥ മാത്രമല്ല ഈ നോവൽ എന്ന് ഞാൻ പറയും. കാരണം മനുഷ്യബന്ധങ്ങളുടെ ആത്യന്തികമായി മനുഷ്യ നന്മയെ ഈ കൂടുതൽ ഈ ഉയർത്തി കാണിക്കുന്ന ഒരു കൃതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ മനുഷ്യ നന്മയുടെ എന്ന് പറയുമ്പോഴേ എല്ലാ നല്ല സാഹിത്യവും നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ നല്ല സാഹിത്യവും നന്മയുടെ വെളിച്ചം എവിടെയോ പ്രസരിപ്പിക്കുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്തിനെഴുതുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഒരു എഴുത്തുകാരൻ ഒരു എഴുത്തുകാരി എഴുതുന്നത്. കുറെ കൂടി സൗഹൃദവും സ്നേഹവുമുള്ള ഒരു ലോകം, കുറെ കൂടി ഈ സ്ത്രീകൾക്ക്, ദളിതർക്ക്, പിന്നോക്കക്കാർക്ക്, അരികവൽക്കരിക്കപ്പെട്ടവർക്കൊക്കെ ആശ്വാസം നൽകുന്ന, എല്ലാവർക്കും ഇടമുള്ള ഒരു ലോകം, സൗഹാർദ്ദത്തോടെ വിദ്വേഷമില്ലാത്ത ഒരു ലോകം. ആ ലോകം സ്വപ്നം കാണുന്നത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നൊരു ചിന്തയിൽ നിന്നാണ് ഒരു എഴുത്തുകാരൻ എഴുതുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് മറ്റൊരു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പുസ്തകം നന്നായി വായിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വായിപ്പിക്കുക എന്നുള്ളത് ഒരു മേന്മ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായന ഒരു യാതനയായി മാറിയ കാലത്ത് ഒരു കൃതി വായനക്കാരെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു മേന്മ തന്നെയാണ്. എന്തുകൊണ്ടോ മലയാളികൾക്ക് കൂടുതൽ വായിക്കപ്പെടുന്ന, കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളോടൊക്കെ ഒരുതരം അലർജിയോടുകൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തോ മഹാപരാധമാണ് അത് എന്ന തരത്തിൽ. ലോകത്തില് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പുസ്തകമൊക്കെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, മാർക്കറ്റിംഗ് ഇത് വളരെ ഈ അതുകൊണ്ട് കൃതി എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു തരം ചോദ്യം ചോദിച്ചപ്പോഴും ഞാൻ ചോദിച്ചു, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ചാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പുസ്തകം ഇറങ്ങിയ ലാറ്റിൻ അമേരിക്കയിൽ ക്യൂ ആയിരുന്നു വന്ന ആൾക്കാർ നിരന്തരമായി. അതുപോലെ തന്നെ ഒരു പുസ്തകം എന്നതിന്റെ ഒരു ദോഷമായി കണക്കാക്കുന്ന തരത്തിൽ മലയാളി ദോഷകൃത്തായി മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കൂടുതൽ വായിക്കപ്പെടുക എന്നുള്ളത് തന്നെ വായനക്കാരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു രചനാശൈലി അതിലുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ പറയും രണ്ട് തരം രചനകളുണ്ട്. ഒന്ന് നമ്മുടെ ബുദ്ധിയോട് സംസാരിക്കുന്നു, ഒന്ന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആനന്ദിനെ നമ്മുടെ ബുദ്ധിയോട് സംസാരിക്കുന്ന എഴുത്തുകാരൻ എന്ന് പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന എഴുത്തുകാരൻ എന്ന് പറയാം. ഈ അറ്റത്ത് ആതിരയുടെ കവിതകളടക്കം നമ്മുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒന്ന് നല്ലത് ഒന്ന് ചീത്ത എന്നില്ല. ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു നോവലാണ്, ഒരു രചനയാണ് കൂത്താണ്ടവർ എന്ന് ഞാൻ പറയും. ആ അർത്ഥത്തിലൊക്കെ ഈ പുസ്തകം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആണെങ്കിൽ ഇദ്ദേഹത്തെ ഈ പുസ്തകത്തെ കുറിച്ച് നല്ലത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ വേണുഗോപാലിനെ ഞാൻ ആദ്യമായി കാണുന്നത് ഇന്നാണ്. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. 2016 ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അന്നൊന്നും ഇദ്ദേഹത്തെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വേറൊരു സൗഹൃദത്തിന്റെയോ ഒരു പരിചയത്തിന്റെയോ പുറത്തല്ല ഞാനിത് പറയുന്നത്. ഒരു പുസ്തകം വായിച്ച് നമ്മൾക്ക് അതൊരു പുതിയ പുസ്തകമാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് എന്ന് പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ രചന ശരിക്കും ഒരു വളരെ വ്യത്യസ്തമായ രചനയാണ്. വളരെ ഈ ആതിര വളരെ വിശദമായി പുസ്തകത്തെ കുറിച്ച് പറയുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ട്രാൻസ്ജെൻഡറുടെ ജീവിതം വരുന്നുണ്ട്, ഈ ബോംബെയിലെ ജീവിതം വരുന്നുണ്ട്. ആത്യന്തികമായി മനുഷ്യ നന്മ എന്ന് പറയുമ്പോൾ ചില കഥാപാത്രത്തിലെ ഈ ഗോവിന്ദ്ജി മാത്രമല്ല, മറ്റ് അതിലെ വേറെ ചില കഥാപാത്രങ്ങളും ഈ മനുഷ്യ നന്മയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ ഈ നമ്മളെ പെരുമാടി തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ നമ്മെ ആകർഷിക്കുന്നുണ്ട്. ഈ ജീവിതം നമ്മുടെ ഒരു കൃതി വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറെ കൂടി ഒരു നല്ല മനുഷ്യനാക്കാൻ ഉപകരിക്കുമെങ്കിൽ അതായിരിക്കും നല്ല കൃതി. അതുകൂടി ഒരു നല്ല കൃതിയുടെ ഒരു ലക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറെ ഈ വൈകുന്നേരം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കാൻ ഇവർ രണ്ടുപേരും ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി